ഒഡീഷയിൽ സേവനം ചെയ്തിരുന്ന ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. 1999 ജനുവരി 23 തീയതിയാണ് അത് സംഭവിക്കുന്നത്. ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ 2 ആൺമക്കളും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. പ്രായപൂർത്തിയാവാത്തതിനാൽ ഈ കേസിൽ ഉൾപ്പെട്ട ചെങ്കു ഹൻസ്ദ എന്ന കുറ്റവാളി ജുവനൈൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ചെങ്കു ഹൻസ്ദ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ മാധ്യമപ്രവർത്തകനായ ദയാശങ്കർ മിശ്രയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ചെങ്കു താൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച കാര്യം വെളിപ്പെടുത്തിയത്. ക്രിസ്തുവിലുള്ള വിശ്വാസം തനിക്ക് ആന്തരിക സമാധാനവും രോഗശാന്തിയും നൽകിയതായി അദ്ദേഹം പറഞ്ഞു. ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും കൊലപ്പെടുത്തിയ സമയത്ത് പ്രായപൂർത്തിയാവാത്തതിനാൽ 9 വർഷമാണ് ജുവനൈൽ ജയിലിൽ ചെങ്കു കഴിഞ്ഞത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനുള്ള തന്റെ തീരുമാനം പുരോഹിതരുടെയോ ബാഹ്യസമ്മർദ്ദത്താലോ മറ്റ് സ്വാധീനത്താലോ അല്ല എന്നും മറിച്ച് വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്നും ആത്മപരിശോധനയിൽ നിന്നുമാണ് ഉണ്ടായതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഒരു ക്രൈസ്തവ വിശ്വാസിയായതിനാൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തടവിൽ കഴിഞ്ഞ സമയത്ത് ഒരു പുരോഹിതനും ചെങ്കുവിനെ ഉപദേശിച്ചില്ലെന്ന് കത്തോലിക്ക വൈദികനായ ഫാദർ അജയ് കുമാർ സിംഗ് കാത്തലിക് കണക്റ്റിനോട് വെളിപ്പെടുത്തി. ജയിൽ മോചിതനായ ശേഷം ചെങ്കു വളരെയധികം കഷ്ടപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് തന്റെ ആദ്യ ഭാര്യയെയും സഹോദരിമാരെയും മറ്റ് കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ടു. ഇതുമൂലം അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു. സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അക്രമം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന ശക്തമായ ആന്തരിക വിളി ഒരു ദിവസം ചെങ്കുവിന്റെ ഉള്ളിൽ ഉണ്ടാവുകയായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ട ഒഡീഷയിലെ കിയോഞ്ഞർ ജില്ലയിലെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് മടങ്ങാൻ അവനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ഈ ഉൾവിളി. ആ ആന്തരിക ശബ്ദം ചെങ്കു ഹൻസ്ദയെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നും ചെങ്കു ഒരു കത്തോലിക്കേതര വിഭാഗത്തിന്റെ ഭാഗമാണെന്നും ഫാദർ അജയ് പറഞ്ഞു. 1999 ജനുവരി 23 തീയതിയാണ് RSS പ്രവർത്തകർ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 7ഉം 9ഉം വയസ്സുള്ള മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും അഗ്നിക്കിരയാക്കിയത്. ഒഡീഷയിലെ കുഷ്ഠരോഗികൾക്കിടയിലേക്ക് ശുശ്രൂഷയുമായി എത്തിയ ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും മതപരിവർത്തനം നടത്തുകയാണ് എന്ന് ആരോപിച്ചാണ് ഹൈന്ദവ തീവ്രവാദികൾ തിരിഞ്ഞത്. തീവ്രവാദികളുടെ ഉള്ളിലെ കടുത്ത പക നിഷ്കളങ്കരായ കുട്ടികളെ അടക്കം കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡീസും മകൾ എസ്തറും മാത്രമാണ് കുടുംബത്തിൽ ജീവനോടെ ശേഷിച്ചത്. മിഷണറിമാരുടെ രക്തം പതിഞ്ഞ ഈ പ്രദേശത്ത് നിരവധി പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്നു.